തൃശൂരിലെ പരാജയം നേതൃത്വത്തിന്റെ ചതിയെന്ന നിലപാടിൽ ഉറച്ച് കെ മുരളീധരൻ. വടകരയിൽ നിന്ന് മാറ്റിയത് മുതൽ അട്ടിമറി നീക്കം തുടങ്ങിയെന്നും മുരളീധരൻ. വി.ഡി. സതീശന്റെ സർജിക്കൽ സ്ട്രൈക്ക് വിനയായെന്നും മുരളീധരൻ. അതേസമയം മുരളീധരന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന നിലപാടിലാണ് കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളക്കളി കളിച്ചതെന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതൊക്കെ ജനങ്ങൾ ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചോളൂ, അത്ര ഞാൻ പറയുന്നു. കെ മുരളീധരന്റെ തോൽവിയുടെ ആഘാതം തൃശൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തനിക്ക് വാരിക്കുഴി ഒരുക്കിയത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയെന്ന നിലപാടിലാണ് കെ മുരളീധരൻ. അവസാന നിമിഷം മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റി തൃശൂരിൽ മത്സരിപ്പിച്ചതിന് പിന്നിൽ വി.ഡി. സതീശന്റെ സർജിക്കൽ സ്ട്രൈക്കാണെന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പിക്കാനാണ് ഷാഫി പറമ്പിലിനെ വടകരയിൽ ഇറക്കിയത്. ഇത് കെ.സി. വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ സതീശന്റെ ലക്ഷ്യം നടന്നെങ്കിലും നഷ്ടം സംഭവിച്ചത് കെ മുരളീധരനാണ്. ഈ വടകരയിൽ നിന്ന് മാറ്റി ഒരു തോൽപ്പിച്ചു എന്നുള്ളൊരു വികാരമുണ്ടോ? അല്ല, അതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണല്ലോ. പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് ഈ ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം. കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ പ്രചരണത്തിൽ പോലും തൃശൂരിനെ തഴഞ്ഞു. രാഹുൽ ഗാന്ധി തൃശൂരിൽ പ്രചരണത്തിന് ഇറങ്ങിയില്ല. അങ്ങനെയും കെ മുരളീധരനെ അവഗണിച്ചു. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു ഡി.കെ. ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. മുരളീധരന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന നിലപാടിലാണ് കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ. തോൽവിക്ക് പിന്നാലെ മുരളീധരനെ കാണാൻ കെ സുധാകരൻ നേരിട്ടെത്തി. വിഷയം ഗൗരവമുള്ളതെന്ന് കെ സുധാകരൻ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഞാനായി അങ്ങോട്ട് സംസാരിച്ചു, നമ്മൾ അനുനയിപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പോകണം. അദ്ദേഹത്തിൻ്റെ വികാരം പറഞ്ഞു, അത് സ്വാഭാവികമാണ്. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മുരളീധരന്റെ പ്രതികരണത്തെ അത്ര ഗൗരവമായി വി.ഡി. സതീശൻ പരിഗണിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം മുതൽ ഈ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. ഞാൻ അതിലൊന്നും വീഴില്ല, കെണിയിലൊന്നും വീഴില്ല. അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുത്തരിയ. അത് നിങ്ങൾ എന്തിനാ ഇത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. തെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് അല്ലല്ലോ. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ ഏകപക്ഷീയ നീക്കം കാരണം തൃശൂരിൽ ഇരയായത് മുരളീധരനാണെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിലും ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ഷീജ, ഇതിൽ ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു വിയോ സതീശൻ പറയുന്നത് പോലെ തോൽവി ഒരു പുത്തരി അല്ലായിരിക്കും. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടായപ്പോൾ തൃശ്ശൂരിലെ തോൽവി എന്ന് പറയുന്നത് കനത്ത ആഘാതം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച്. അവിടെ ഈ നേതൃത്വത്തിൻ്റെ ചതി അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ പുറകിൽ നിന്നുള്ള കുതുവൽവെട്ട് എന്നൊക്കെ പറയുന്ന ആരോപണം, അതിൽ പലപ്പോഴും സംശയിക്കേണ്ട രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുൻപോട്ട് വെക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ കരുതേണ്ടത്? ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത്? തീർച്ചയായും പ്രിയ, അതിൽ എടുത്തു പറയേണ്ടത് ചില സാമുദായിക പരിഗണനകൾ ഒക്കെ നിലനിർത്തി ആ രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കെ മുരളീധരനെ തീർത്തും ബലിയാടാക്കി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഈ കോൺഗ്രസിന്റെ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നതൊക്കെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവസാന ഘട്ടത്തിൽ മാത്രമാണ് തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു ന്യൂനപക്ഷത്തിന്, അതായത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ് ആദ്യം അവർ ആലോചിച്ചിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വരുന്നു. അപ്പോൾ കെ.സി. വേണുഗോപാലിനെ ഒരു സുരക്ഷിത സ്ഥാനം ഉറപ്പാക്കേണ്ടതുണ്ട്. അത് ആണ് സതീശൻ ലക്ഷ്യമിട്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആലപ്പുഴയിൽ കെ.സിക്ക് ഉള്ള സ്ഥാനം ഉറപ്പിക്കുന്നു. പിന്നീട് ഒരു ന്യൂനപക്ഷ പ്രാതിനിധ്യം വേണം എന്നുള്ളത് കൊണ്ട് അവിടെ ബലിയാടാക്കാൻ
കണ്ടത് കെ മുരളീധരനെ ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവസാനത്തെ, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് ഇറക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സുരക്ഷിതം. പക്ഷേ മുരളീധരനെ അപ്പോഴും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ചിരുന്നത് മറ്റൊരു രീതിയിലായിരുന്നു. അതായത് അദ്ദേഹം നമുക്കറിയാം ഈ വട്ടിയൂർക്കാവിൽ കൃത്യമായ രീതിയിൽ ഇവിടെ വട്ടിയൂർക്കാവിൽ മത്സരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന സമയത്ത് അവിടെ സുരക്ഷിതമായൊരു സ്ഥാനം ഉറപ്പിച്ച് അവിടുത്തെ MLA ആയി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് നിർണായക ഘട്ടത്തിൽ വടകരയിൽ MP ആയി പോകുന്നത്. ആ രീതിയിൽ വടകരയിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും നമുക്കറിയാം നേമത്ത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. അപ്പോൾ അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്ന ഒരു നടപടിയുണ്ടായി. അപ്പോൾ അതിൽ നിർണായകമായ പങ്ക് മുരളീധരൻ വഹിച്ചിരുന്നു എന്നുള്ള തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ പ്രത്യേകിച്ചും തൃശ്ശൂരിലേക്ക് മാറ്റുമ്പോൾ അവിടെ കൃത്യമായ രീതിയിൽ ആ രീതിയിലുള്ളൊരു പോരാട്ടമാണ് വേണ്ടത് എന്ന തരത്തിലൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്നത്. വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പറിച്ചു നടന്നത്. പക്ഷേ അത് കൃത്യമായ രീതിയിലുള്ള ഒരു കരുനീക്കമായിരുന്നു. അത് ഷാഫി പറമ്പിലിന് കൃത്യമായിട്ടൊരു സ്ഥാനം വടകരയിൽ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് VD സതീശൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായ രീതിയിൽ മുരളീധരന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ ആ രീതിയിലുള്ളൊരു പൊതുപ്രവർത്തനം തന്നെ താൻ അവസാനിപ്പിക്കുകയാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നതും അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സുധാകരൻ പക്ഷമൊക്കെ ഇപ്പോൾ കെ മുരളീധരനൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ തോതിലുള്ളൊരു പ്രശ്നങ്ങൾ, പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുരളീധരന്റെ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തിരിക്കുന്നത്. പ്രിയ. ശരി ഷീജ, എന്തായാലും തൃശ്ശൂരിലെ തോൽവിയെ തുടർന്ന് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൽ ചർച്ചകൾ മുൻപോട്ട് പോകുന്നു. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.